ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ പോഡോ പാക്ക് അങ്ങനെ ഓപ്പൺ ചെയ്തു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഏതാ കിട്ടിയ പ്ലെയറിന് മച്ചാമാരെ. ഇപ്പോൾ ഓൾറെഡി ഇന്നത്തെ ഒരു മെയിൻ്റെനൻസ് എങ്ങനെ ഉണ്ടെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, അപ്ഡേറ്റ് പാച്ച് അപ്ഡേറ്റ് ഒക്കെ. അപ്പോൾ ഗൈസ് എന്താ പറയുക, അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലിട്ട് കിടക്കാം. അപ്പോൾ മച്ചാമാരെ നിങ്ങളെല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ ഓപ്പോണ്ട് വന്ന് നോക്കാം ഗൈസ്. ഞാൻ ഓൾറെഡി എടുത്ത പ്ലെയറിനെ കാണിച്ചു തരാം കേട്ടോ. അപ്പം മച്ചാമാരെ ഞാൻ ഓൾറെഡി നമ്മുടെ ഓൾഡ് ട്രാഫോർഡാണ് നമ്മുടെ സ്റ്റേഡിയം ഇട്ടിരിക്കുന്നത്. ഓപ്പോണ്ട് വന്നിട്ടുണ്ട് മച്ചാമാരെ. അപ്പോൾ വീഡിയോ റെക്കോർഡിംഗ് ആണ്. അപ്പോൾ ഗൈസ് എനിക്ക് കിട്ടിയത് നമ്മുടെ വിക്ടർ ജോക്കറസിനെയാണ്. അപ്പോൾ മച്ചാമാരെ ഇതേ പ്ലെയറിനെ കിട്ടിയതിന് വേണ്ടി ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം മച്ചാൻ എങ്ങനെയുണ്ടെന്ന്. കിടിലൻ പ്ലെയർ ആണെന്ന് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം റേറ്റിംഗ് കാര്യങ്ങളുണ്ട്. ക്രൈഫാട്ടോ നമ്മുടെ ഓപ്പോണൻറ്റിൻ്റെ മാനേജർ. കുഴപ്പമില്ല. ന്യൂനസ്, മെസ്സി, എംബാപ്പെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടീമാണ്. ഓക്കെ അപ്പം മച്ചാമാരെ നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സീരീസ് പോലെ നമ്മളിപ്പോൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ഗൈസ് അപ്പം നമ്മുടെയാണ് ഫസ്റ്റ് ടച്ച്. മെഗലൻ ടു കാർലോസ് ടു നെയ്മർ മച്ചാമാരെ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എന്താവുന്നു. സാബി അലോൺസോ, ജെറാഡ് ഗൈസ്. നമ്മുടെ ജോക്കോറസിന് ഇട്ട് കൊടുക്കണം. എടാ പോയി ലാൻഡ് മാക്സണോ ഗൈസ്. കിട്ടിയിട്ടുണ്ട് വീണ്ടും ജെറാഡിൻ്റെ അടുത്തേക്ക്. ഓക്കെ ഗൈസ് കിട്ടിയിട്ടുണ്ട്. ജോക്കാറസ്, വിക്ടർ ജോക്കാറസ് ഗൈസ്. ഓ എൻ്റെ മോൻ ടേൺ ചെയ്ത് കയറുന്നുണ്ട് മച്ചാമാരെ. ഒരു ഷോട്ട്, എൻ്റെ പൊന്ന് ഗൈസ്, കിട്ടിയില്ല ഷോട്ട് കേട്ടോ മച്ചാമാരെ. സീനാട്ടോ, പ്ലെയർ സീനാണ്. നമ്മൾ വിചാരിച്ച പോലെ അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ട്. കിടിലൻ കളി. ഷോട്ട് നോക്ക് ഗൈസ്. അപ്പം നമ്മൾ വിചാരിച്ച പോലത്തെ പഴയ പോലത്തെ ഒന്നുമില്ല, അത്യാവശ്യം നല്ല പവറുള്ള സാധനം കേട്ടോ. അത് ഈ ഒരു പാക്കിൽ കിട്ടിയെന്ന് കൊണ്ടായിരിക്കാം ഗൈസ്. അപ്പം നമ്മൾ റോബർട്ടോ കാർലോസിന് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വിക്ടർ ജോക്കാർസ് അവിടെ ഉണ്ട് മച്ചാമാരെ. കോസ്റ്റിട്ട് അടിയടാ എടാ. ഊഫ്, ആ കിട്ടി. സാബി കിട്ടി. നെയ്മർ, മെഗലൻ ഓക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. എടാ ഇവിടുന്ന് കളിച്ചോണ്ട് സാബി അലോൺസോ എടാ ടേൺ ചെയ്ത് സമ്മതിച്ചില്ല. അർണോൾഡ് ഗൈസ്. മെഗലിന് അല്ല എംബാപ്പയ്ക്ക് കിട്ടി. എംബാപ്പയ്ക്ക് ഒരു ക്രോസ്. റൊഡ്രി ഐസ് മരിയ കൊടുത്താൽ മതി. സ്നൈഡർ ഗൈസ്. എപ്പോഴും ഷോട്ട് വരിക നോക്കാം നമുക്ക്. റൊഡ്രിഗർ ഞാൻ ഇവിടെ 2 ഡിസ്ട്രോയറിനെ വെച്ചുകൊണ്ട് വലിയ സീനില്ല, അവന്മാർ എടുത്തോളും. നമുക്കെന്തായാലും കിട്ടിയിട്ടുണ്ട് വീണ്ടും ജോക്കോറസ്. മെസ്സി എടാ പാസ് കൊടുത്താൽ മതിയായിരുന്നു ഗൈസ്. അത്യാവശ്യം നല്ലോണം കളിക്കുന്നുണ്ട് കേട്ടോ പ്ലെയർ. അത്യാവശ്യം നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടി എടുത്തു തരുന്നുണ്ട്. നമുക്ക് നോക്കാം. മാറ്റ്സ് അതേതാ പ്ലെയർ ശരിക്കും. പിന്നെ മെസ്സി, സ്നൈഡർ അത് അവന്മാരെ കയ്യിലേക്ക് തന്നെ എടുത്തു കൊടുത്തല്ലോ. റൊഡ്രിഗർ ഒന്ന് ബ്ലോക്ക് ചെയ്തോളൂ ഗൈസ്. അതുകൊണ്ട് ആ ഒരു വിഷയം നോക്കണ്ട, നമ്മൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ റോബർട്ടോ കാർലോസ് സ്മാർട്ട് അസിസ്റ്റ് ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. അതാണ് വെച്ചാൽ ഓൾറെഡി അല്ലാണ്ട് അടിച്ചു വരുന്നത് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ആരെയും കിട്ടിയ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. പ്ലെയർ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ സലേനെ കിട്ടിയതിൻ്റെ ഉറപ്പായിട്ട് പറയുക കേട്ടോ. ഓക്കെ ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അവന്മാർക്കൊരു കോർണർ അല്ല, ഇതാണ് ഗൈസ് മറ്റേ ഓഫ് സൈഡാ. ഇപ്പോൾ ഈ ആനിമേഷൻ വന്നുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടുപോകും, പക്ഷെ കുറച്ചൊക്കെ അവന്മാർ രക്ഷപ്പെടും. അല്ലല്ല നമ്മൾ രക്ഷിക്കും ഗൈസ്. അപ്പോൾ എന്താ പറയുക, വീണ്ടും കിട്ടിയിട്ടുണ്ട് ജോക്കാർസ് ഗൈസ്. അത്യാവശ്യം സ്പീഡുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ഒരു പോർട്ട്വേൻ്റെ കളിയല്ല സംഭവം. ഇതിലുണ്ട് കാർഡിന് അത്യാവശ്യം പവറുണ്ട്. കാരണം പണ്ട് റൊണാൾഡോൻ്റെ കാർഡ് വന്ന പോലെ ഇത്ര നേരം കഷ്ടപ്പെട്ട് വന്നിട്ട് ന്യൂനസിന് കൊണ്ട് കൊടുത്തത് ഗൈസ്. ഈ റൊഡ്രിഗർ ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു കാര്യം വലിയ വിഷയമില്ല. മെസ്സി ഗൈസ് നമുക്ക് എന്താ പറയുക, ഓൾറെഡി നമ്മൾ റൊണാൾഡോ ആയിരുന്നു ഈ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ടിരുന്നത് CF. ഇപ്പോൾ നമ്മൾ ജോക്കാറസിന് ഇട്ടു, വിക്ടറിന് ഇട്ടു. അപ്പോൾ എന്തായാലും ഗൈസ് ഗോൾ അടിച്ചിട്ട് വേണം ആ ഒരു സെലിബ്രേഷൻ എനിക്ക് ഇടാൻ വേണ്ടിയിട്ട്. കോസ്റ്റേട്ടനെ കൂടി സൈഡിലേക്ക് അടിക്കും. റോബർട്ടോ കാർലോസ് ഇന്നലെ നമ്മൾ ആശാൻ സേവ ഇവിടെ സൈഡിൽ കൊടുത്താൽ മതിയായിരുന്നു ഗൈസ്. ഇവിടുന്ന് അടിക്കാൻ പറ്റുമോ നോക്കട്ടെ. സ്നൈഡർ ഇവന്മാർ അവിടെ നിന്ന് ഒരു ബ്ലോക്കറിനെ നോക്കാം. അവിടെ റൂബൻ ഡൈസ് ഗൈസ്. അതാണ് ഇല്ലല്ല ഇപ്പോൾ ഗൈസ് ഇങ്ങനെ കയറില്ല. മെഗലിനും റൊഡ്രിഗറും ഉള്ളത് കൊണ്ട് വേറെ സീൻ ഉണ്ടാവില്ല. ഹാഫ് ടൈമിന് ശേഷമാണ് ഈ റൂബൻ ഡൈസിൻ്റെ തല കാരണം അവിടെ ബ്ലോക്ക് വന്നു. അല്ലെങ്കിൽ അത് കറക്റ്റ് അവൻ്റെ അടുത്തേക്ക് പോകേണ്ട സാധനമാണ് ഗൈസ്. ഇത് നമുക്കിവിടെ അടിച്ചു വിടാം കേട്ടോ. കാരണം എന്താ പറയുക, കുറേ നേരം കിടന്ന് കറയും കഴിഞ്ഞാൽ പണി പാടും ഗൈസ്. നോക്കട്ടെ. അർണോൾഡ്, ഫോർഡൻ, ന്യൂനസ് ഗൈസ്. ഇത് കിട്ടും ഇവിടെ. ഈ ഒരു ഗ്യാപ്പ് ഉണ്ടായി കൊടുക്കരുത്, അതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ സ്മാർട്ട് അസിസ്റ്റ് ഓണാക്കിയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി സംഭവം ഇത് വരും ഗൈസ്. അപ്പോൾ എന്തായാലും റൊഡ്രി മാത്സ് ഏതാ പ്ലെയർ, ഇവനാണ് ചൊറ ഉണ്ടാക്കുന്ന ടീമാണല്ലോ. റൊഡ്രി, സാബി അലോൺസോ, നെയ്മർ ഒക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ജോക്കറസ് വിക്ടർ ഗൈസ്. അപ്പോൾ നമ്മൾ പറഞ്ഞ മൊത്തത്തിൽ നമ്മൾ ഹാഫ് ടൈമിന് ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്.
ഓ ഏതാ സെലിബ്രേഷൻ ഗൈസ്, പണ്ട് ഇത് വിളിച്ചിട്ട് ഓടി വരികയായിരുന്നു സെലിബ്രേഷൻ. ഇപ്പോൾ സെലിബ്രേഷൻ കുറച്ച് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ മച്ചാമനെ നമ്മുടെ 2 പേരുടെ ടീമിൽ മെഗലിനുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കേസ് നമ്മുടെ വിക്ടർ സീനാണ്. അപ്പോൾ എന്തായാലും കേസ് എനിക്ക് തോന്നുന്നു തലയൊക്കെ അത്യാവശ്യം കിടിലൻ കാടായിരിക്കും. കാരണം ഇപ്പം കിടിലനാണ്. ഇപ്പം വന്നിട്ട് ഞാൻ ഇപ്പം തന്നെ വീഡിയോ ചെയ്യുന്നതല്ലേ, 2 ദിവസമൊക്കെ കഴിയുമ്പോൾ എന്താവും സ്ഥിതി എന്നറിയില്ല. കൊനാമിയുടെ കയ്യിലാണ്. പിന്നെ മച്ചാമനെ ഓൾറെഡി നമ്മുടെ തിങ്കളാഴ്ച പാക്കൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ പോസ്റ്റ്. അപ്പോൾ എന്തായാലും നല്ല കിടിലൻ പാക്കാണ്. ഓൾറെഡി നമ്മുടെ ചൈനീസിൻ്റെ ഡാറ്റാബേസിൽ നമ്മുടെ കുറേ പ്ലേയേഴ്സ് വന്നിട്ടുണ്ട്. അത് ഞാൻ വേണം ഒരു വീഡിയോ ആയിട്ട് പറയാം കേട്ടോ. പിന്നെ ഗൈസ് അപ്പം നമ്മൾ രാത്രിയാണ് ലൈവ് ഉണ്ടാവാറ്. ഇന്ന് നമ്മൾ മെയിൻ്റനൻസ് ലൈവ് ഉണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ. റിയൽ സെഞ്ചു എന്ന് പറഞ്ഞ ചാനലിൽ മെയിൻ്റനൻസ് ലൈവ് ഉണ്ടായിരുന്നു. ഫോർഡൻ ഗൈസ് നമ്മൾ അനങ്ങുന്നില്ല. റൂബൻ ഡൈസ് എടാ നമ്മൾ കുറച്ചുകൂടെ അടിച്ചാൽ മതിയായിരുന്നു. നമ്മൾ അവിടെ കിടന്ന് കളിച്ചിട്ടാണ് ഇവന്മാർ സീനായി വരുന്നത്. എടേ ഗൈസ് ഒരു ഗോളെ നമ്മൾ അടിച്ചിട്ടുള്ളൂ ഓൾറെഡി. ഹാഫ് ടൈമിന് ശേഷം നല്ലൊരു കംബാക്കിനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ഡെനിൽസൺ ഇവിടെ ഇറക്കിയത് പണി പാളിയോ ഗൈസ്. പക്ഷേ എന്താ അറിയോ, ഡെനിൽസൺ നല്ല ഓട്ടം കിട്ടും പ്ലെയറിന്. ഇപ്പം എങ്ങനെയാണ് സ്ഥിതി എന്ന് എനിക്കറിയില്ല. പക്ഷേ നന്നായിട്ട് ഓടുന്ന നല്ല ഷോ ഗൈസ്. ഞാൻ ശ്രദ്ധിച്ചില്ല, വിക്ടറിന് കൊടുത്താൽ മതിയായിരുന്നു. ഞാൻ മെസ്സിനെ അവിടെ ഇട്ടിട്ട് പാസോ അല്ലെ കറവോ അടിക്കാമെന്ന് വെച്ചതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി എന്താ വെച്ചാൽ ഞാൻ ക്രൈഫ് മാനേജർ ആട്ടോ. കുറച്ച് പേര് നമ്മളോട് ചോദിച്ചായിരുന്നു പുതിയ മാനേജേഴ്സൊക്കെ വരും. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു ചാനലിൽ ഇനി നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ പുതിയ അനുസരിച്ച് മാനേജേഴ്സ് വരുന്നതിനനുസരിച്ച് റിവ്യൂ അപ്ഡേറ്റ് ചെയ്യണം. നിങ്ങൾ ജസ്റ്റ് കമൻറ്റൊക്കെ ചെയ്യുക നമ്മുടെ ഏതാ ട്രിയോ ഒക്കെ യൂസ് ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ എല്ലാ പ്ലേയേഴ്സിനെ കാണിച്ച് തരാം. ഇപ്പോൾ പണി ഇവിടെ കിട്ടിയാൽ ഗൈസ് നിങ്ങൾ പരമാവധി എന്താ വെച്ചാൽ എനിക്കറിയാം നിങ്ങളെല്ലാവരും റൂമിൻ്റെ പാക്കിന് വേണ്ടി വെയിറ്റിംഗ് ആയിരിക്കും. ഓൾറെഡി ഗൈസ് എന്താ പറയുക, എനിക്ക് റൂമിൽ ഓൾറെഡി ഒരെണ്ണമുണ്ട്. നമ്മുടെ ഗൈസ് ഇപ്പോൾ ക്യാപ്റ്റൻ ടസ്പോസൊക്കെ നിന്നോ അനിമി സംഭവം. അതിൻ്റെ ഒരു അപ്ഡേറ്റും കാണുന്നില്ല. ഡെനിൽസൺ ഗൈസ് ഇവിടെ കുറച്ച് നേരം കറങ്ങിക്കൊണ്ടിരിക്കും. ഇവന്മാർ കുറച്ച് നേരം ഒന്ന് ഇതായിക്കോട്ടെ. സാബിനോൺസോൻ്റെ കയ്യിൽ നിന്ന് പോയി. ഓക്കെ പേടിക്കണ്ട, റുഡ്രിഗർ സേഫായിട്ട് കൊണ്ടുവന്നിട്ട് ഗൈസ് കിട്ടി. എടാ അയ്യോ ബാക്ക് എടുത്ത് നല്ല സ്മൂത്തിൽ അടിക്കാൻ പറ്റിയ സാധനമായിരുന്നു ഗൈസ്. നമ്മളെന്താ അറിയോ, ഇന്നലെ നമ്മൾ ഇതുപോലെയായിരുന്നു നെയ്മറിനെ കൊണ്ട് സ്കില്ല് ചെയ്യിപ്പിച്ചു, വാൻഡിച്ചിങ്ങിനെ വെട്ടിച്ചു. പക്ഷെ നമ്മൾ വിചാരിക്കും നടക്കൂലെന്ന്. പക്ഷെ നടക്കും. നമ്മൾ അവിടെ നിന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് കുറേ ആയിട്ട് ഡിവിഷൻ മാച്ചൊക്കെ നിർത്തി വെച്ചായിരുന്നു. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കളിക്കുമ്പോഴാണ് നമ്മുടെ ആ ഒരു ഇത് വരുള്ളൂ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ പാസ്റ്റിലെയും പിന്നെ നമ്മൾ അറിയാണ്ട് നമ്മൾ ത്രൂ പാസ്സൊക്കെ കൊടുത്തു. ആ ഒരു പ്രശ്നമുണ്ട്. എൻ്റെ ഗൈസ് ഇവിടുന്ന് വല്ല ഇതിവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ ഗൈസ്. ഞാൻ പലപ്പോഴും ഇങ്ങനെ കളിക്കരുതെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇങ്ങനത്തെ കളിയാണ് ലാസ്റ്റ് പണി പാടുക. കാരണം എന്താ പറയുക, കൂടുതലും നമ്മൾ ഡിവിഷൻ മാച്ചിൽ ക്ലിയർ ചെയ്ത് കളയുന്നതായിരിക്കും നല്ലത് ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ. അല്ലെങ്കിൽ എന്താ പറയുക, പ്ലേയേഴ്സിന് പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതുപോലെ ക്ലിയർ ചെയ്ത് കളഞ്ഞാൽ പിന്നെ ആ ഒരു സീനില്ല. പക്ഷെ ഗൈസ് ചിലപ്പോൾ നമുക്ക് ഒരു ടേണും കിട്ടും കേട്ടോ. ചിലപ്പോൾ നല്ലൊരു ചാൻസ് കിട്ടും ഗോൾ അടിക്കാനുള്ള. ഗൈസ് എംബാപ്പെ റോഡ്രിഗിനെ ഇങ്ങോട്ട് അയക്കാം ഗൈസ്. ഞാൻ ഓൾറെഡി എൻ്റെ ഗൈസ് ഇപ്പോൾ പണി ഒരെണ്ണം കിട്ടിയാൽ എനിക്ക് തോന്നുന്നു ആ ന്യൂനസ് ഇവിടെ അടിച്ച് കയറ്റിയാണ്. ഇപ്പോൾ മച്ചാമാരെ എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ 1-0 കിടക്കുമെന്ന് ഡൗട്ടുണ്ട്. നോക്കാം നമുക്ക്. ഗൈസ് കിട്ടിയിട്ടുണ്ട് ജോക്കറസ്. മെസ്സി അവിടെ ഉണ്ടാവും. നമ്മൾ വെറുതെ സ്കില്ലിട്ട് കളിച്ചാൽ സാബിനോൺസോ. ഓക്കെ ഡെനിൽസൺ ഒരു ത്രൂ പാസ്. റോബർട്ടോ കാർലോസ് ഡെനിൽസൺ കിട്ടി ഡയസ് ഗൈസ്. അപ്പോൾ അത് എന്തായാലും നമുക്ക് നോക്കാം. ഇവിടെ കിട്ടിയിട്ടുണ്ട് ഡെനിൽസൺ ഗൈസ്. നല്ലൊരു ക്രോസ് കിട്ടിയിട്ടുണ്ട്. ഡെനിൽസൺ ടു റോഡ്രി. ഓക്കെ ജോക്കാർസ് ഡയസ് ഗൈസ്. വീണ്ടും ഇടയ്ക്കൊന്ന് പിടിക്കുന്ന പോലെയല്ലോ മച്ചാവരെ. ഫുൾ ടൈം ആവാനുള്ള ടൈം ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മാച്ച് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു ഗോൾ ഇട്ട് നമ്മുടെ വിക്ടർ നമ്മളെ ഇതാക്കി ഗൈസ്. പക്ഷേ പറയാൻ പറ്റില്ല കേട്ടോ, ചിലപ്പോൾ കംബാക്ക് അടിച്ചാൽ അവന്മാർ നമ്മുടെ ഡിഫൻഡേഴ്സ് സെറ്റ് ആയതുകൊണ്ട് ആ ഒരു സീനില്ല. അപ്പോൾ മച്ചാവർ ഇതുപോലെ കിടിലൻ വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആരൊക്കെ കിട്ടിയ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. നമ്മുടെ സെക്കൻഡുണ്ട് കേട്ടോ, 7.5 ഗൈസ്. അപ്പോൾ ഹോമിൽ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.